ആപ്പിൾ മരത്തിന് കണ്ടിട്ടുള്ള അഭിപ്രായം പറയുന്നത് രേഖപ്പെടുത്തേണ്ടതാണ്. ഈ ആപ്പിൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സ്പെഷ്യൽ ആപ്പിളാണ്. ഈ ആപ്പിളിന് റെഡ് കളറാണുള്ളത്. വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നലെ ഒരു വ്ളോഗിൻ്റെ എൻഡിങ് പ്രത്യേകിച്ച് എടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പം ഇന്ന് സെക്കൻഡ് ഡേ ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്യാന്ന്. ഞങ്ങളങ്ങനെ വണ്ടിയിൽ കയറി എല്ലാവരും. ഓക്കെ, അപ്പം ഞങ്ങൾ എവിടേക്കാണ് പോകുന്നത്, നമ്മളെവിടേക്കാണ് പോകുന്നത് പ്ലാനൊന്നുമില്ല. വണ്ടി കയറുമ്പോൾ തീരുമാനിക്കുന്നു പോകുന്നു. മോഡൽ ബുഗാട്ടിയാണത്. ഡിസ്മാൻഡിൽ ചെയ്തിട്ട് ഒറിജിനൽ കാർ ഇങ്ങനെ ഇരുന്നില്ല, അത് റീസ്റ്റോർ ചെയ്താണ്. റീസ്റ്റോർ ചെയ്തവിടെയുണ്ട്. ഇത് 1937 മോഡൽ ബുഗാട്ടിയാണ്. എന്താ ലുക്ക്! ഞങ്ങളിവിടെ ഒരു ബീച്ചിലാണ്, മറൈൻ പരേഡ് നേപ്പിയറിലെ. അപ്പോൾ ഇവിടെ കുറേ വിൻറ്റേജ് കാർസ് ഒക്കെ ഉണ്ട്. എൻ്റെ ഷോ എന്താ കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ടെങ്കിൽ ഇത് കുറേ ആസ്തറ്റിക് ആയിട്ടുള്ള കുറേയധികം ഐറ്റംസ് പഴയ യൂസ് ചെയ്തുകൊണ്ടിരുന്ന സാധനങ്ങളോട് വെച്ചിട്ടുണ്ട്. ഒരു ഷോ പോലെ പഴയ ട്രെയിൻ എഞ്ചിൻ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഞാൻ കാണിച്ചു തരാം.
ഈസ്റ്റേൺ ബോയിലർ സർവീസാണ്. സാധാരണ കടലിൽ നമ്മൾ മണലാണ്, പക്ഷെ ഇവിടെ ഇതിൽ ഇങ്ങനത്തെ മണ്ണാണ്. അച്ചരം കണ്ടോ? അപ്പോൾ ഇവിടെ 1 മണിയായി. ഞങ്ങൾ ഉച്ചയ്ക്ക് ലഞ്ച് കഴിക്കാൻ മക്ഡൊണാൾഡ്സ് വന്നേക്കാണ്. അപ്പോൾ ഇനിയിപ്പോൾ മക്ഡൊണാൾഡ്സ് കഴിച്ച് വിശപ്പടക്കിയിട്ട് ബാക്കി വ്ളോഗിൻ്റെ കണ്ടിന്യൂഷൻ. അപ്പോൾ ഞങ്ങൾ പോയത് മെറൈൻ സീഷോറിലാണ് പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അവിടെ കുറച്ച് അതിന് മുന്നേ കണ്ട് കാണും കുറച്ച് വിൻറ്റേജ് കാർസും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളങ്ങനെ ലഞ്ചൊക്കെ കഴിച്ചു. ലഞ്ച് കഴിച്ചപ്പോൾ ഞങ്ങൾ ഒരു ഫാമിൽ വന്നേക്കാണ്. ഫാം എന്ന് പറയുമ്പോൾ ആപ്പിൾ ഫാമാണ്. അപ്പോൾ ഇവിടെ ഫാം എന്ന് പറയുമ്പോൾ ഇവിടെ മൊത്തം ഇങ്ങനെ മഴകളാണ് കേട്ടോ. മൊത്തം ചുറ്റും ഇങ്ങനെ മൊത്തം മരങ്ങളാണ്. അപ്പോൾ അവരുടെ ഞാൻ വീഡിയോയിൽ ഫാമിൻ്റെ പേര് പറയുന്നില്ല, കാരണം അവർ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് ഫാമിൻ്റെ പേര് പറയരുതെന്ന്. അതുകൊണ്ട് പേര് എനിക്ക് മെൻഷൻ ചെയ്യാൻ പറ്റത്തില്ല. എന്താണ് ആപ്പിൾ മരത്തിന് കണ്ടിട്ടുള്ള അഭിപ്രായം പറയുക, രേഖപ്പെടുത്തേണ്ടതാണ്. ഈ ആപ്പിൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സ്പെഷ്യൽ ആപ്പിളാണ്. ഈ ആപ്പിളിന് റെഡ് കളറാണുള്ളത്. ഇതൊക്കെ ഞാൻ യൂട്യൂബിൽ ഇടും. എഡിബിൾ ആപ്പിളാണ്, അതറിയാമോ? APP ആണ് ഈ ആപ്പിൾ. ചിന്നുപ്പി ഈ ആപ്പിൾ മരങ്ങൾ കണ്ടിട്ടുള്ള അഭിപ്രായം. ചിന്നുപ്പിയുടെ അഭിപ്രായം പറയൂ. ആപ്പിൾ മരങ്ങള് ഫുജി ആപ്പിളാണ് വിശ്വസിക്കുന്നത്. നല്ല ക്രിസ്പി ആയിട്ടുള്ള ആപ്പിളാണ്. തിന്നോക്കിയായിരുന്നു ചിന്നുപ്പി? കഴിച്ചിട്ട് തിന്നോക്കിയായിരുന്നു. കഴിച്ചിട്ട് തിന്നോക്കിയോ? തിന്നാൻ തോന്നുന്നു. വെറുതെ പറയുമ്പോ ചോദിക്കറിയാം. ഈ ആപ്പിൾ കണ്ടിട്ട് എന്താണ് കടിച്ചു മുറിച്ച് തിന്നാൻ തോന്നുന്നു. ഈ ആപ്പിൾ ഞങ്ങള് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ആപ്പിൾ പുറത്തേക്ക് കയറാൻ പറ്റുന്നത് ഞങ്ങള് വിചാരിച്ചില്ല. പക്ഷെ ഞങ്ങള് കൊറേ ഫാമില് പോയി, പക്ഷെ അവരാരും എഗ്രി ചെയ്യാതിരുന്നിട്ട് ഞങ്ങളിവിടെ ഒരു തടിയൻ അപ്പാപ്പനെ കൊണ്ട്, അപ്പാപ്പന് ഞങ്ങളെ കൊണ്ട് കരുണാപൂർവ്വം അപ്പാപ്പൻ ഞങ്ങളെ സമ്മതിച്ചു. അപ്പൊ ഞങ്ങൾ എന്ത് ചെയ്തു, ഞങ്ങൾ ആപ്പിൾ തോട്ടത്തിലേക്ക് വന്നു. ഇവിടെ ആപ്പിൾ കണ്ട ഗൈസ് നമുക്കത് കടിച്ചു തിന്നാൻ തോന്നുന്നു. നമുക്കങ്ങനെ തേൻ ഒഴുകണ പോലത്തെ ആപ്പിൾ. ഈ ആപ്പിൾ ഉണ്ടല്ലോ നിങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ മറ്റേ നമ്മുടെ ഹിമാലയൻ ആപ്പിൾ ഇല്ലേ, അതൊക്കെ ഇങ്ങനെ ഏഴയിലേക്ക് മാറി നിൽക്കും. അങ്ങനത്തെ ഒരു ആപ്പിളാണ്. ഞങ്ങള് കടിച്ചു തിന്നാൻ നോക്കി, പക്ഷെ ഇവര് അമ്മയ്ക്ക് തെറി വിളിക്കണ കാരണം ഞങ്ങള് കടിച്ചു തിന്നു. ഇതൊക്കെ ഞാൻ യൂട്യൂബിലിടുണ്ടായിരുന്നു. വോയിസ് ഓവറല്ലേ? ഞാൻ ആരുടെ സൗണ്ടിന് എന്റെ വോയിസോ? ഞാൻ എന്റെ അടിയിൽ കമന്റ് ഏതായി പന്നത്തള്ള. ഇത് എന്റെ ചിന്നു ഫ്രണ്ട് ചിന്നു ഞാൻ റെഫർ ചെയ്തായിരുന്നു ആപ്പിൾ. ആരും സജസ്റ്റ് ചെയ്തു? അപ്പോൾ എന്റെ ഫ്രണ്ട് ആരും എനിക്ക് റെക്കമെൻഡ് ചെയ്തു. അങ്ങോട്ട് വരണോ?
നല്ല പഴുത്ത് നോക്കിയാൽ വലിപ്പമുള്ള നോക്കി പൊട്ടിക്ക്. ഇത് അവിടെ നിക്കണം നല്ല പഴുത്ത് നോക്കിയാൽ കുറിഞ്ഞി പൊട്ടിച്ചു ഓൾറെഡി. ആരി പൊട്ടിക്ക വീഡിയോ എടുക്കണോ? വീഡിയോ എടുക്ക പൊട്ടിക്ക. എങ്ങനെ നിൽക്കണോ? ഞാൻ പോയി പൊട്ടിക്കട്ടെ. പൊട്ടിക്കാൻ പറ്റുന്ന ചെടി അടക്കം പൊടിച്ചാ 2 എണ്ണം പൊടിച്ചാ. പിന്നെ ഒരു നല്ലതും കൂടി കാണിച്ചത് നല്ലതാണോ? നല്ല ചമ്മന്ന് എടുക്ക. ചമ്മന്നത് ചമ്മന്നല്ലേ? അതാ ഇതിൻ്റെ ഇടയ്ക്ക് വന്ന് പൊട്ടിച്ചത്. അപ്പം ഞങ്ങളങ്ങനെ ആപ്പിൾ ഫാമിന് ശേഷം ഞങ്ങളിപ്പോ ഒരു മുന്തിരി ഫാം കണ്ടു. അപ്പോൾ മുന്തിരി ഫാമിൻ്റെ ഒപ്പം തന്നെ വൈകുന്നേരം കൂടിയിട്ടാണ്. അപ്പോൾ ഇത് രാവിലെ 10 o'clock തൊട്ട് 5 o'clock വരെ ഓപ്പൺ ആണ്. അപ്പോൾ ഞങ്ങൾ വൈനൊക്കെ ടേസ്റ്റ് ചെയ്തു. ഇതിന് ശേഷം ഞാൻ ഇതിൽ ആഡ് ചെയ്ത് വെക്കാം. ഇനിയിപ്പോൾ ഞങ്ങൾ ഈ ഫാമിൽ നിന്ന് മുന്തിരി ഫാമാണ് കേട്ടോ കാണിച്ചു തരാം. അല്ല നിങ്ങൾ എന്തിട്ട് ഇവിടെ പരിപാടി? വൈൻ ടെസ്റ്റ് ചെയ്യാൻ പോണോ നിങ്ങൾ? അതായത് ഫ്ലൈറ്റ് എന്ന് പറയുന്നത് ഒരു ഗ്ലാസ് വൈൻ ആയിട്ട് കുടിക്കാം. സോ ദാറ്റ് ഈസ് $15. മധുരമുള്ളതേ അല്ല, മധുരമുള്ളത് വാങ്ങി ടേസ്റ്റ് ചെയ്ത് നോക്കാം. എന്നിട്ട് അതെങ്ങനെയാണെന്ന് നോക്കിയിട്ട് വാങ്ങാം. ഈ മധുരമുള്ളത് ഇതാണ്. ഇതിലാണ് മധുരമുള്ളത്. ഡെസേർട്ടില് അതിൽ മധുരമില്ലാത്തതാ. Kind of, a couple of them are sweeter, so the fruit and the flirty have got. And മധുരണ്ടോ? No, we are from Hamilton. Oh, okay. ചിന്നോട് നിർത്തിട്ട് പോയാലാ? എന്റെ കൂടെ കൊടുക്ക. അരുണേ നീ പോയാ അവനോട് നിർത്തും. എനിക്കിവിടെ ചിന്നോടാ. അവനോട് നിൽക്കും. അവൻ തരാൻ വേണ്ടി നിൽക്കണതാ. Because we don't have any knowledge about wine, so. ചുട്ടു. നെറ്റിട്ട് വെച്ചിട്ടുണ്ട് മുന്തിരിക്ക് സെക്യൂർ ചെയ്യാൻ വേണ്ടിയിട്ട്. അതിനുണ്ട് മധുരം. സൂപ്പറാണ് ഗൈസ്.
അപ്പം ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. ഞങ്ങൾ ഇവിടെ റാഫ്റ്റിങ്ങിൻ്റെ ഒരു ഏരിയ കണ്ടപ്പോൾ ഇവിടെ ഇറങ്ങിയതാണ്. പക്ഷേ റാഫ്റ്റിങ് നമ്മളിപ്പോൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ തന്നെ ഓൺലൈനിൽ ബുക്ക് ചെയ്യണമെന്നാണ് അവർ പറഞ്ഞത്. അപ്പം ഇന്ന് ഇപ്പോൾ റാഫ്റ്റിംഗ് ഇല്ല. അപ്പം ജസ്റ്റ് ഞങ്ങൾ ഇവിടെ ഒന്ന് കാണാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ് കേട്ടോ. അപ്പം ഞങ്ങളങ്ങനെ വീട്ടിലേക്ക് പോവാണ്. ഇന്നത്തെ വ്ളോഗിന്റെ അവസാനം ഇങ്ങനെയാണ്. ഞങ്ങള് രാത്രി ഇപ്പോൾ 9 മണിയായിട്ടുണ്ട്. അപ്പോൾ വ്ളോഗ് അവസാനിപ്പിച്ചുകൊണ്ട് താങ്ക്സ് ഫോർ വാച്ചിങ്.